മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ സമരത്തിന്റെ ആവേശം കേരളം മുഴുക്കെ പടർന്ന് പന്തലിക്കുമ്പോൾ എല്ലാവരും നോക്കിയത് ഒരേയൊരു മുഖമാണ്. പണ്ടൊരിക്കൽ ടാറ്റയുടെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ VS-ഉം കൂട്ടരും മല കയറിയപ്പോൾ ആട്ടിയോടിച്ച സാക്ഷാൽ MM മണിയെ. അന്ന് കയ്യേറ്റക്കാരെ രക്ഷിക്കാൻ കുടിയേറ്റക്കാരെ മറയാക്കിയ മണിയാശാനും കൂട്ടരുമെല്ലാം എവിടെ പോയി എന്ന്. സമരം തീരേണ്ട താമസം അതാ വരുന്നു മണിയാശാൻ. വിപ്ലവത്തിന്റെ നാട്ടിൽ നിന്ന് വിയറ്റ്നാമിൽ വിപ്ലവം പഠിക്കാൻ പോയതാണത്രേ. എന്തായാലും മടങ്ങി വരവ് ഒന്നൊന്നര മട്ടിലായിരുന്നു. വന്ന ഉടനെ ചാനലുകാർക്കിട്ട് 2 കൊട്ടി. ഇപ്പം നിങ്ങൾ ഈ ചാനലുകാരെ നിങ്ങളൊരുമാതിരി വേലയാ വെക്കുന്നത്. എന്നെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരൊന്നുമില്ല. പൂക്കന്നപ്പം മത്സരട്ടായതുപോലെ ഒരു സമരമൊന്നും പറഞ്ഞ ഏർപ്പാട് ആ പറയുന്നൊന്നും ശരിയല്ല. അതെന്നാന്നറിയോ, നിങ്ങളുടെ ഒരു കുലത്തൊഴിലാ ഏത് ഈ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുന്ന പണി. അതൊന്നും ശരിയായ കാര്യമല്ല. ഞാൻ പറയാം, ഇവിടെ ട്രേഡ് യൂണിയനും അതിൻ്റെ നേതാക്കന്മാരും ഏറിയോ കുറഞ്ഞോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറിയ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതിയതിൻ്റെ നേട്ടമല്ലാതെ ഈ കേരളത്തിലും ഇന്ത്യയിലും തൊഴിലാളി വർഗത്തിന് ഒരു ചുക്കും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ട്രേഡ് യൂണിയനല്ല ഉപരി ഏതാണ്ടൊരു ഏർപ്പാട്. പൂക്കന്നപ്പം മൈസൂരട്ടായെന്ന് പറഞ്ഞാലേ ഇപ്പോൾ ഒരു ചക്ക ഇട്ട് ഒരു മൊയലി എത്തുമെന്ന് പറഞ്ഞ പോലെ അങ്ങനൊന്നും പറയുന്നതൊന്നും ശരിയല്ല. മനസ്സിലായില്ലേ? ഞങ്ങൾക്കൊക്കെ അതൊക്കെ കേൾക്കുമ്പം കലി വരും. കേൾക്കുമ്പോൾ മാത്രമാണല്ലോ കലി വരുന്നത്. ചെയ്യുമ്പോൾ നേതാക്കന്മാർക്കൊക്കെ നല്ല സുഖം. എന്നിട്ട് സമരമുണ്ടായപ്പോഴോ സകലരും നാട് വിട്ട് കളഞ്ഞു. S. രാജേന്ദ്രൻ ഒന്ന് വരാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു. ടാറ്റയുടെ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന കോൺഗ്രസ് നേതാവ് AK മണി ആ രാജ്യത്തേക്ക് എത്തി നോക്കിയില്ല. CPI നേതാവ് CA കുര്യൻ ടാറ്റയ്ക്ക് സ്തുതി പാടിയത്രേ. കൊച്ചിയിൽ അങ്ങനെ വിരാജിച്ചു. അതൊന്നും അറിയാതെ എത്തിയ ശ്രീമതി ടീച്ചറൊക്കെയാണ് ശിക്ഷ ഏറ്റുവാങ്ങിയത്. അതിനും പാർട്ടിക്കാർ ഒരു കഥയുണ്ടാക്കിയിട്ടുണ്ട്. ടീച്ചർ വന്നിരിക്കാൻ തുടങ്ങിയപ്പം അപ്പൊ തന്നെ ഇവിടുന്ന് ഒരു ചാനലുകാരൻ നേരെ അവരുടെ എറണാകുളത്തിന് വിളിച്ചു. ഫ്ലാഷ് ഇട്ട് വെച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് തൊഴിലാളികൾ അവിടെ നിന്ന് പറഞ്ഞു നോക്കുക, എഴുന്നേപ്പിക്ക. ഞാൻ പറഞ്ഞാല് ആളുടെ പേരൊക്കെ പറഞ്ഞാല് അത് നല്ലത് ശരിയാവൂല്ലാത്തോണ്ട് ഞാനിപ്പോ പറയാം. അപ്പഴേ പെടലിക്ക് പിടിച്ചടിക്കേണ്ടതായിരുന്നു. ഞങ്ങളതൊന്നും ചെയ്തില്ല. പത്രസ്വാതന്ത്ര്യമൊക്കെ അനുവദിക്കുന്നുണ്ടാ. അല്ല, പണ്ടേ കൈകാര്യം ചെയ്യേണ്ട ആളുകളുണ്ട് ഈ രംഗത്ത്. സംഗതി എന്തായാലും കോൺഗ്രസും CPI-ഉം എല്ലാം ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ പ്രതിക്കൂട്ടിൽ തന്നെ. തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാക്കൾ എന്തിനാണ് കണ്ണൻ ദേവന്റെ വീടും കാറും തുടങ്ങി ഔദാര്യങ്ങൾ കൈപ്പറ്റുന്നത്? കമ്പനിയുടെ വീട് മേടിക്കുവോ, ചാപ്പടം മേടിക്കുവോ, കൈവശം അതൊക്കെ അവർക്ക് ബാധിക്കുന്ന, അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല. ഞങ്ങളതൊന്നും ചെയ്തിട്ടില്ല. മേടിച്ചൊരു ഉത്തരം പറഞ്ഞാൽ മതി. ഞങ്ങൾ എന്നാ മേടിച്ചേ? ഒരു സിംഗിൾ ചായ പോലും ഞങ്ങളൊന്നും മേടിച്ച് കുടിച്ചിട്ടില്ല. അവിടെ എങ്ങാനും മാനേജർമാരെ കാണാനോ ചിലപ്പോൾ നേരത്തെ ഒക്കെ ഞാനും പോകുമായിരുന്നു. അങ്ങനെ ഒരു ഗ്രീൻ ടീ തന്നിട്ടുണ്ടാവും, ഒരു ഗ്ലാസ് ചായ. അത് കവിഞ്ഞ് അതൊരു മര്യാദ. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഇതെങ്ങനെയാ പ്രസിഡന്റ്, ഞാൻ അതിൻ്റെ ഒരു വൈസ് പ്രസിഡന്റ്, പിന്നെ സെക്രട്ടറി ഷാജിയാ. അതെ, ഇങ്ങേരുടെ മകൾക്ക് ഇവിടെ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞതാ. അത് നല്ല ജോലി കൊടുത്തതാ, ഇന്റർവ്യൂ പാസ്സായതാ, നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാ. പോയില്ല. കാരണം എന്നതാ, ആക്ഷേപം കേൾക്കണ്ട എന്നുള്ളത് കൊണ്ട് തന്നെയാ പോകാത്തത്. ഇതൊക്കെ കണ്ട് സഹിക്കവയ്യാതെ നാണം മറയ്ക്കാൻ CITU നേതാവ് KP സഹദേവനും രംഗത്തെത്തി. മൂന്നാറിലെ തൊഴിലാളികളെ കൈകാര്യം ചെയ്യാൻ. മൂന്നാറിൽ സമരം ചെയ്ത സ്ത്രീകൾ തീവ്രവാദികളാണത്രേ. ഈ രീതിയിൽ അതിൻ്റെ അകത്ത് തമിഴ് തീവ്രവാദികൾ ഉണ്ട് എന്നുള്ളതാണ്. മലയാള ഡയലോഗ് നടുവില് ഏതോ കഴുതപ്പാൽ சொன்னது. അതേടാ, ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവരെ മലയാളികള്. നിന്നെ പോലെ കഴുതപ്പാൽ കുടിക്കുന്ന മണ്ടന്മാരല്ല ഞങ്ങള്. നേരത്തെ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. இப்படி மலையாளி தமிழன் பிரிச்சு பேசுறீங்க? நாம எல்லாருமே இந்தியர்கள். நம்ம உடம்புல எல்லாம் ஒரே ரத்தம் தான் ஓடுது. இத வார்த்தையா சொன்னா புரியாது, வாயை கிழிச்சு சொன்னாதான் புரியும். അല്ലാതെ നിങ്ങൾ എങ്ങനെ ഒരു വിഭാഗം തൊഴിലാളികൾ, ഒരു കൂട്ടം തൊഴിലാളികൾ, ആയിരക്കണക്കിന് തൊഴിലാളികൾ ഒരു 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 വിവരമില്ലാതെ വരുമോ? എന്തിനാണ് സാറേ ഇങ്ങനെയുള്ള പറച്ചിലുകൾ? സഹദേവൻ തൊഴിലാളികളെ അപമാനിച്ച ഉടനെ കോടിയേരി ചെവിക്ക് പിടിച്ചു. ഉടൻ ഖേദവും വന്നു. മലയാളി ഉടമ്പളിയും തമിഴ് ഉടമ്പളിയും ഒരേ രത്തം தான் ஓடுதுன்னு இப்ப புரியுதா உனக்கு? തമിഴ് പഠിച്ചിട്ടില്ല, അണ്ണാച്ചി പഠിച്ചോളാം. തമിഴ് சொல்லி கொடுக்கிறதுக்கு முன்னாடி முதல்ல தோப்புக்கரணம் போட சொல்லு. தோப்புக்கரணம் എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഏത്തമിടുക. തുടങ്ങിക്കോ. சும்மா இல்ல, இங்க தமிழன் இல்ல, இங்க മലയാളി ഇല്ല, എല്ലാവരും ഇന്ത്യர்கள் சொல்லு. സഹദേവൻ തന്നെ അത്തരം തെറ്റിദ്ധാരണജനകമായിട്ടുള്ള ഒരു സംഭവം റിപ്പോർട്ട് വന്നതിൽ അദ്ദേഹം അതിൽ ഖേദം പ്രകടിപ്പിച്ചുള്ള അഭിപ്രായം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് എവിടെയും ആരും പ്രകടിപ്പിച്ചൊരഭിപ്രായമല്ല. ബോണസ്, ശമ്പളം, വർധന എന്നെല്ലാം കേട്ട് ഈ നേതാക്കൾക്ക് കലിപ്പ് വരുന്നത് എന്തുകൊണ്ട്? 7000 രൂപയാണ് അവർക്ക് ആകെ കിട്ടാൻ പോകുന്നത്.
ചില നേതാക്കളൊക്കെ വിദേശത്തും സ്വദേശത്തുമൊക്കെ പോയി ഒരു നേരം അട്ടിപ്പേറായി പഞ്ചനക്ഷത്ര ഊണ് കഴിച്ചാൽ കൊടുക്കാവുന്ന തുക. എന്തായാലും ആ യാഥാർത്ഥ്യബോധം കോടിയേരിക്കുണ്ട്. നാണം കെട്ട് പുറകോട്ടോടിയ നേതാക്കന്മാരും മറ്റുമായിട്ടുള്ളവർ പെണ്ണുങ്ങളുടെ സമരം വിജയിച്ചു, ബോണസും കൂലി വർധനവും വിജയിച്ചു എന്ന് കണ്ടപ്പോൾ ആ നാണക്കേട് മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കള്ള പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെണ്ണുങ്ങളുടെ ഉജ്ജ്വലമായ ആ സമരം അന്തസ്സായി വിജയിക്കുകയും മുഖ്യമന്ത്രിയടക്കം ഇടപെട്ട് 20% ബോണസും 500 രൂപ നിത്യക്കൂലിയും കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം പിൻവലിച്ചത്. കോടിയേരിയുടെ ബോധ്യം എല്ലാ പാർട്ടിക്കാർക്കും ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ഇടവേളയിലേക്ക്. അത് കഴിഞ്ഞ് ചാനൽ തല്ല്. ഇടിച്ചും പിടിച്ചും വലിച്ചും തൊഴിച്ചും കറിക്കും നുറുക്കും ചെറുക്കാം.